ഇനി മേലെ എൻ്റെ കുട്ടിയെ ചലഞ്ച് ചെയ്താ നിന്റെ കയ്യം വിട്ടും നായ എഴുക്കടാ പറഞ്ഞേ എന്താ നോക്കി പേടിപ്പിക്കുന്നു എന്റെ കണ്ണിയാൻ കുട്ടി പൊടിക്കുന്ന മോനെ ഓടാ ഓടാൻ ഓടാൻ എന്താ ശ്രീദേവി ഒളിച്ചോടി പോയടാ. ഓള് കത്തെഴുതി വെച്ചിക്കണ്. ഈ രാഘവേട്ടനോട് പോയി കിടക്കുകയാണ്. പണിയെടുത്ത കൂലിയും തരാണ്ട് വെറുതെ മനുഷ്യൻ നടത്തിക്കാൻ. ഇനി പിന്നാമ്പറത്തുണ്ടാവോ? ശരിക്കും കണ്ടില്ലേ? നിന്റെ സൈക്കിളിന് ഞാൻ കണ്ടൊരു വില പറയാം, 100 റുപ്യ പോട്ടെ. നീ അതിന്റെ പേരില് 250 രൂപ എന്താ പറ്റുമോ? നിനക്ക് ഇതേന്ന് ഒരു തുള്ളി മിനുങ്ങണോ? ഇവന്റെ അകത്ത് നല്ല നക്ഷത്രം സ്പിരിറ്റാ, നല്ല അസല് സ്പിരിറ്റ്.
ആയിരിക്കണം മൊത്തം കാര്യം പെടുത്ത കത്തി കേൾക്കണോ ഭസ്മയിപ്പും ഭസ്മം നിനക്കുള്ള 150 രൂപ എടുത്തിട്ട് കരിമരുന്നിന്റെ മണുണ്ടല്ലോ. അയ്യോ അവിടെ ആരും കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ രമേശനല്ലത്. അതേ തോന്നണു. വാടാ. അറിഞ്ഞില്ലേ ഒരുത്തനവിടെ ചാവാൻ കിടക്ക ആശുപത്രിയില്. ഇപ്പൊ തൃപ്തിയായില്ല നിനക്ക്? അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. നിന്നെ ദൈവം വെറുതെ വിടില്ലടി. ആ പാവത്തിന് 8 വട്ട് കളിപ്പിച്ച് ഭ്രാന്തനാക്കിയിട്ട് പണവും പ്രതാപം കണ്ടപ്പോ നീ മറ്റവനോട് അഴിഞ്ഞാടി നടക്കലടി വൃത്തികെട്ടവളെ. പുറമുള്ള ഈ തൊലിവെളിപ്പൊണ്ടൊന്നും കാര്യമില്ല. മനസ്സ് തന്നവണം മനസ്സ്. നിന്നെ പോലെ നടക്കുന്നവർക്ക് എന്ത് മനസ്സ് അല്ലേ? എന്റെ രമേശനൊരു പാവ, പഞ്ചപാവം. അവനാറ്റ് എന്തെങ്കിലും സംഭവിച്ച നിന്നെ നിന്റെ പണക്കാരനെ ഞാൻ പച്ചയോടെ കത്തിച്ചോളയും. ഓർത്തോ? അതിശയം തന്നെ കേട്ടോ. ആയുസിന്റെ വല്ലം തന്നെ. അല്ലാതെ എന്താ? എന്തായാലും ആ ചെക്കൻ രക്ഷപ്പെട്ടല്ലോ. ആരുടെ കാര്യം നിങ്ങൾ പറയണേ? ആ വേലാതിന്റെ ചെക്കൻ രമേശനെ ഇന്നലെ എന്തോ കുടിച്ച് ആശുപത്രിയിലാക്കിയതാ. എല്ലാരും കരുതി ചത്തുന്നാ. ഇപ്പൊ ജീവൻ അപകടമില്ലാന്ന് കേൾക്കണു. സാർ ഞാൻ നിരപരാധിയാണ് സാർ. ഈ വക കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അവൻ എന്റെ അടുത്ത് വന്നെന്നുള്ള സത്യമാണ്. പിന്നെ ഒന്നും എനിക്കറിയില്ല. എന്റെ മക്കളാണ് സത്യം. എന്തിനവനത് ചെയ്തു? അവൻ ചത്തില്ല അല്ലേ? അയാളും ചത്തില്ല, നീയും ചത്തില്ല. ദൈവത്തിന്റെ ഒരേ കളി. നീ ഇന്നലെ എന്ത് പണ്ടാരടങ്ങിയ സ്പിരിറ്റ് അടിച്ചു കയറ്റിയത്? ചത്തു പോകാഞ്ഞ ഭാഗ്യം. വിവരക്കേട് ചെയ്യാൻ ചാടി പുറപ്പെടുമ്പോ വിവരമുള്ള എന്നോടെങ്കിലും ഒന്ന് ചോദിച്ചൂടാ നിനക്ക്? അതൊരു പെണ്ണിന് വേണ്ടിട്ട്. അവൾ അവളുടെ പാട്ടിന് പോട്ടടാ. ഈ ഭൂമിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ആ പണ്ടാരക്കാലം ദേ ഇങ്ങോട്ട് വന്നെ. എവിടെ ഒന്ന് ഒളിക്കുക? ഇവിടെ. അയ്യോ,
നീ എന്തിനെന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം പറഞ്ഞോള്. എന്നെ കൊന്ന നിനക്ക് ഇവിടെ കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ? വിട്ടുതരാൻ മനസ്സിലെങ്കിലോ തിരിച്ചു പോകുമ്പോൾ ഞാൻ കൂടെ കൊണ്ടുപോവാ. എന്ത് ചെയ്യും നീ? പറയടാ, എന്തറിയാം എന്നെ പറ്റി നിനക്ക്? ഞാൻ ആരാണ്, എവിടെ ജനിച്ചു, എങ്ങനെ ജീവിക്കുന്നു അറിയോ നിനക്ക്? നിന്നെ പോലെ തന്നെയായിരുന്നു എൻ്റെ ചെറുപ്പവും. വേണ്ടപ്പെട്ടവരുണ്ടായിട്ടും സ്നേഹം എന്തെന്നറിയാതെ ഒരു അനാഥാലയത്തിനുള്ളിൽ എനിക്ക് ചെറുപ്പം കഴിച്ചു കൂട്ടേണ്ടി വന്നിട്ടുണ്ട്. അന്നൊരു താങ്ങും തണലും ആകെ ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ കൂടപ്പിറപ്പ് മാത്രമായിരുന്നു, എൻ്റെ നാൻസി മോൾ. ചെറുപ്പത്തിലെ ഒരു രോഗിയായിരുന്നു അവള്. ചികിത്സിക്കാത്ത ഡോക്ടറില്ല, കഴിക്കാത്ത മരുന്നുകളില്ല. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ ദൈവം ഒരിത്തിരി കരുണ പോലും കാണിക്കാതെ അതിനെ തിരിച്ചു വിളിച്ചു. ഇവിടെ വന്ന് ഈ കുട്ടിയെ കണ്ടപ്പോ എന്നെ നാൻസി മോളെ പോലെ തോന്നി. അവളുടെ സ്ഥാനത്ത് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ നീ കരുതുന്ന പോലൊന്നും ഇല്ലടോ. സർ, നിൽക്കുന്ന കണ്ടോ നിന്റെ കാക്കക്കർമ്മൻ? നിന്നെ ജീവനോട് സ്നേഹിക്കുന്നവനാ. ഒരു കടലുള്ള സ്നേഹം നിനക്ക് വേണ്ടി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടവൻ. എടുത്തോടാ എന്റെ പെങ്ങളെ.